ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു അടിപൊളി ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ പൊടിപ്പിച്ചതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊന്നും കൂടി ഫ്രഷ് ആയിട്ടുള്ള പൊടി കിട്ടും. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി വേണമെങ്കിൽ നമ്മളിത് റോസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം. പക്ഷെ റോസ്റ്റ് ചെയ്യാതെ തയ്യാറാക്കിയതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഇടിയപ്പം തയ്യാറാക്കുമ്പോഴാണ്. ഒരു 4 മിനിറ്റോളം തന്നെ ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിച്ച് കരിഞ്ഞു പോവരുത്. ഇതിൻ്റെ പരുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴാണ് ഇത് കറക്റ്റ് പരുവായി കിട്ടുക. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. വെള്ളം ഞാനൊരു 3 കപ്പോളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടി അളന്ന കപ്പിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതാണ് വെള്ളത്തിൽ കുറച്ച് പൊടിയുടെ പോലെ തോന്നുന്നത്. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വെക്കാട്ടോ. അത്ര വെള്ളമൊന്നും വേണ്ട. എന്നാലും നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാം. ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് തന്നെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ പൊടിയിലാണ് ചേർക്കുന്നതെങ്കിൽ നല്ലപോലെ മിക്സാക്കി എടുക്കണം. നമുക്ക് ഏറ്റവും നല്ലത് വെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ ഞാൻ മാറ്റി വെച്ചതിൻ്റെ ഉടൻ തന്നെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് കിട്ടും. പിന്നെ തിളച്ച അതേപടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ ആ നല്ല ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ടാകും. ആ രീതിയിൽ വേണം നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. അരിപ്പൊടി വെച്ചിട്ട് ഇടിയപ്പത്തിന് പൊടി വാട്ടിയെടുക്കണ പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ഇടിയപ്പം ചെയ്തെടുക്കുമ്പോൾ. പൊടി വാട്ടിയെടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവൊക്കെ. അരിപ്പൊടി വാട്ടിയെടുക്കുമ്പോൾ ചേർക്കണ അത്ര തന്നെ വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ അടച്ച് വെക്കുമ്പോൾ അതിൽ കടന്നിട്ട് ഈ ഒരു മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ മാവൊക്കെ എടുത്ത് നല്ലപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കണേക്കായി നല്ല ലൂസായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ ഇടിയപ്പം പെട്ടെന്ന് ഇതൊന്ന് കിട്ടും. പിന്നെ ഈ ഒരു ഗോതമ്പ് പൊടിയുടെ ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനും. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. കൂടുതലായിട്ട് കട്ടിയായിട്ട് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാകത്തിന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 തട്ടിലും ഇടിയപ്പം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനി കുക്ക് ചെയ്യാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ വെള്ളം തിളച്ചിരിക്കണം. ആ ഒരു ടൈമിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനും. എന്നിട്ടൊരു 8 മിനിറ്റോളം തന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത് ഇടിയപ്പമൊക്കെ തണുത്തതിൻ്റെ ശേഷം നമ്മൾ തട്ടുന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അരിപ്പൊടി വെച്ചിട്ട് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നും അരിപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കുക. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്.
ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ ഗോതമ്പ് ദോശ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഏത് കറിക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.